Lettura in Malayalam da parte di Sigi José Meledan Ronald dalla regione del Kerala in India, della Scuola di Italiano delle Due Don Mimmo Amato, del discorso tenuto da Don Tonino Bello all'Arena di Verona, 30 aprile 1989. സമാധാനപാലകരെ എഴുന്നേൽക്കൂ, നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. 1989 ഏപ്രിൽ 30 ബാസലിലെ എക്യൂമെനിക്കൽ അസംബ്ലിയുടെ തലേന്ന് വെറോണ അരീനയിൽ ഫാദർ ടോണീനോ ബെല്ലോ നടത്തിയ പ്രസംഗം. പ്രിയ സുഹൃത്തുക്കളെ, സമാധാനത്തിന്റെയും നീതിയുടെയും സൃഷ്ടിയുടെ സംരക്ഷണത്തിന്റെയും പേരിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സമാധാനപാലകരുടെ എണ്ണമറ്റ ആളുകളെ ദൃശ്യമാക്കുന്ന ഈ മനോഹരമായ അരീനയിൽ ഒത്തുകൂടി. ദിവസങ്ങളുടെ കർത്താവും കർത്താവുമായവന്റെ ദിവസമായ ഇന്ന് പിതാവിന്റെയും പുത്രന്റെയും ആത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന്റെ വിശുദ്ധ ജനം ദൃശ്യമാക്കപ്പെടുന്ന നമ്മുടെ സഭകളിൽ പ്രതിധ്വനിക്കുന്ന അതേ ആശംസ ഞാൻ നിങ്ങൾക്കും നൽകുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സമാധാനം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഒരു ജനം നിൽക്കുന്നു. സമാധാനം സ്ഥാപിക്കപ്പെടുന്നവരുടെ അദൃശ്യരായ ജനങ്ങളുടെ ഒരു പ്രതീകമായി മാറിയ ഈ തടത്തിൽ നിന്ന് ചരിത്രത്തിന്റെ നിശബ്ദതയിലോ ഭൂമിശാസ്ത്രത്തിന്റെ പ്രവാസത്തിലോ സമാധാനം കെട്ടിപ്പടുക്കുന്ന ആ എല്ലാ ജനതകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജനങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നുമുള്ള ആർക്കും എണ്ണാൻ കഴിയാത്ത വലിയ ജനക്കൂട്ടത്തിന് ഒരു വലിയ ആശംസ അയക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളുടെ കൂട്ടത്തിലോ മരുഭൂമികളുടെ ഏകാന്തതയിലോ ആമസോണിന്റെ വനങ്ങളിലോ മഹാനഗരങ്ങളുടെ മനുഷ്യത്വരഹിതമായ ചുഴലിക്കാറ്റിലോ ഒരു ആശുപത്രി കിടക്കയിലോ ഒരു ക്ലോസറ്റിന്റെ ഏകാന്തതയിലോ ആഗോള മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നഴ്സറി സ്കൂളിന്റെ കഠിനാധ്വാനത്തിലോ നമ്മുടെ വർണ്ണ സഹോദരീ സഹോദരന്മാരോടുള്ള സ്വാഗത മനോഭാവം മൂലമുണ്ടാകുന്ന വേദനയിലോ, അത് ഉറച്ചു നിൽക്കുന്ന ഒരു വിശാലമായ ജനതയാണ്. കാരണം സമാധാനത്തിന്റെ ആളുകൾ രാജിവെച്ച ഒരു ജനതയല്ല, വെളിപാടിന്റെ ആളുകളെ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു പാസ്റ്റൽ ജനതയാണിത്. എല്ലാവരും സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപിൽ നിന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ, സ്വേച്ഛാധിപതികളുടെ കസേരകൾക്ക് മുൻപിലോ ലോഹ വിഗ്രഹങ്ങൾക്ക് മുൻപിലോ അല്ല, കുഞ്ഞാടിനു മുൻപിലും ലോകശക്തികളാൽ അടിച്ചമർത്തപ്പെട്ട എല്ലാവരുടെയും പ്രതീകം, ഭൂമിയിലെ എല്ലാ ഇരകളുടെയും, വംശീയതയാൽ വിവേചനം അനുഭവിക്കുന്ന എല്ലാവരുടെയും, അത്യന്തം അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട എല്ലാവരുടെയും. വെറോണയിലെ അരീനയിൽ നിന്നുള്ള ഈ അദൃശ്യ സമാധാന ജനതയ്ക്ക് നമ്മുടെ ഐക്യദാർഢ്യം എത്തിച്ചേരട്ടെ. എന്നാൽ ഞങ്ങളുടെ പ്രോത്സാഹനവും അനുഗ്രഹീതർ എന്ന പദത്തിന് പകരം നിൽക്കുക എന്ന പ്രയോഗം ഉപയോഗിക്കുന്ന വിവർത്തനമനുസരിച്ച് അനുഗ്രഹങ്ങളുടെ വാക്കുകൾക്കൊപ്പം സമാധാനപാലകരെ എഴുന്നേൽക്കൂ, നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. സമ്പൂർണ്ണ ഏക ദൈവ വിശ്വാസത്തിൽ നിന്ന് ത്രിത്വ ദൈവ വിശ്വാസത്തിലേക്ക് ഞാൻ നിങ്ങളോട് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. സമാധാന സങ്കല്പത്തിന്റെ പരിണാമം ക്രിസ്തീയ വെളിപ്പെടുത്തലിൽ ദൈവസങ്കല്പത്തിന് സംഭവിച്ച അതേ സമ്പുഷ്ടീകരണത്തിന് വിധേയമായി. പഴയ നിയമത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ രക്ഷയുടെ മുഴുവൻ ചരിത്രത്തിന്റെയും മൂലക്കല്ല് യഹോവയുടെ സമ്പൂർണ്ണ ഏകദൈവ വിശ്വാസമായിരുന്നു. പിന്നെ കാലത്തിന്റെ പൂർണ്ണത വന്നപ്പോൾ ദൈവം പിതാവ്, പുത്രൻ, ആത്മാവ് എന്നീ വ്യക്തികളുടെ ഒരു കൂട്ടമാണെന്ന് യേശു നമുക്ക് വെളിപ്പെടുത്തി. വ്യത്യാസങ്ങളുടെ സൗഹാർദ്ദം അവർ വളരെ ആഴത്തിൽ അനുഭവിക്കുന്നു. അതായത് അവ പരസ്പരം വളരെ സവിശേഷമായി നിലനിൽക്കുന്നു. അവർ ഒരു ദൈവത്തെ രൂപപ്പെടുത്തുന്നു. ഓരോരുത്തരായി എപ്പോഴും ഒന്നായിത്തീരുന്നു. 3 വ്യക്തികളിലെ ഏകദൈവം.
ഇതാണ് നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രധാന രഹസ്യം പ്രകടിപ്പിക്കുന്ന സൂത്രവാക്യം. അങ്ങനെ നമ്മൾ കേവല ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ദൈവത്തിന്റെ ത്രിത്വ ഏകദൈവ വിശ്വാസത്തിലേക്ക് മാറി. സമാധാനത്തിന്റെ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചു. കാലത്തിന്റെ പൂർണ്ണതയിൽ നാം എത്തിയിരിക്കുന്നു. ഇന്നത്തെ സമാധാനം നീതിയുമായും സൃഷ്ടിയുടെ സംരക്ഷണവുമായും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം നമ്മുടെ മനസാക്ഷിയിൽ ഉദിച്ചിരിക്കുന്നു. നമ്മൾ കേവല ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ത്രിത്വ ഏകദൈവ സമാധാനത്തിലേക്ക് മാറിയിരിക്കുന്നു. സമ്പൂർണ്ണ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് സമാധാനത്തിന്റെ ത്രിത്വ ഏകദൈവ വിശ്വാസത്തിലേക്ക്. ഇതെല്ലാം അപവാദം സൃഷ്ടിക്കുന്നു. യേശു തന്നെ തന്നെ ദൈവപുത്രനായി പ്രഖ്യാപിച്ചപ്പോൾ അപവാദം സൃഷ്ടിച്ചതുപോലെ. അത്രയധികം അദ്ദേഹം കൊല്ലപ്പെട്ടു. നൂറ്റാണ്ടുകളായി നമ്മുടെ പള്ളികളിൽ സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നിടത്തോളം ആരും പ്രതിഷേധിച്ചില്ല. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സമാധാനവും നീതിയും തമ്മിലുള്ള അടുത്ത ബന്ധം കണ്ടെത്തിയപ്പോൾ ശക്തരായവരെ കുറ്റപ്പെടുത്തി. പ്രവാചകൻ രാജാവിനെ ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചുവെന്ന് പറയപ്പെട്ടു. പീലാത്തോസിന്റെ വിചാരണ വേളയിൽ യേശു സീസറിനെ ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ജനക്കൂട്ടം ആരോപിച്ചു. സമാധാന ചർച്ചയെയും അതിനാൽ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചയെയും ലോകത്തെ ഭരിക്കുന്ന വികലമായ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകളുമായി ലാഭം പരമാവധിയാക്കൽ, മൂന്നാം ലോക കടം, വടക്കും തെക്കും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന വിടവ്, മനുഷ്യാവകാശങ്ങളുടെ നിരന്തരമായ ലംഘനം എന്നിവയുമായി ബന്ധിപ്പിക്കുന്നത് ലാഭകരമായ വിഡ്ഢികളുടെ പങ്ക് വഹിക്കുന്നതിനെ അർത്ഥമാണെന്ന് വാദിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവം തന്നെ സമാധാനത്തോടൊപ്പം അതിൻ്റെ സ്വാഭാവിക പങ്കാളിയായി പ്രതിഷ്ഠിച്ച നീതി നിർഭാഗ്യവശാൽ യുദ്ധത്തോടൊപ്പം ഒരു നാമവിശേഷണമായി പോലും സ്ഥാപിക്കുമ്പോൾ അത് അപകീർത്തിപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ സംശയം ജനിപ്പിക്കുന്നു. അത്രമാത്രം. നമ്മൾ ഇപ്പോഴും ഒരു നീതിയുദ്ധം എന്ന് സംസാരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധമായ സഹവർത്തിത്വമാണ്. കാലത്തിന്റെ പൂർണ്ണതയിൽ പ്രിയ സുഹൃത്തുക്കളെ, സമാധാനത്തിന്റെ കാര്യം വരുമ്പോൾ പോലും സമയത്തിന്റെ പൂർണ്ണത വന്നിരിക്കുന്നു. കാലത്തിന്റെ പൂർണ്ണതയിൽ നമ്മുടെ സമാധാനമായ യേശു ദൈവത്തിന്റെ പിതൃത്വം, നമ്മുടെ നീതി, കർത്താവാകുകയും എല്ലാ സൃഷ്ടികൾക്കും ജീവൻ നൽകുകയും ചെയ്യുന്ന ആത്മാവിനെ നമുക്ക് വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് നമുക്ക് സമാധാന പ്രഖ്യാപനം നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ മാത്രമല്ല, സൃഷ്ടിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയോടൊപ്പം പൂർത്തീകരിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള പദവിയുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ തന്ത്രപരവും പിറുപിറുക്കുന്നതുമായ വഴികളുടെയോ സമവായത്തിനായുള്ള നമ്മുടെ തന്ത്രങ്ങളുടെയോ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമല്ല. അത് നിലവിലെ പ്രവണതകളെ അവഗണിക്കുകയല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ പങ്കാളികളായ നമ്മുടെ മേൽ വരുന്ന ഒരു പ്രാഥമിക കടമയാണ്. അങ്ങനെ ഭൂമി അരാജകത്വത്തിൽ നിന്ന്, അതായത് വിരസതയുടെയും മരണത്തിന്റെയും കോട്ടുവായിൽ നിന്ന് കോസ്മോസിലേക്ക്, അതായത് സുതാര്യതയുടെയും കൃപയുടെയും അവസ്ഥയിലേക്ക് കടന്നുപോകും. 8 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കും. കർത്താവേ, നിന്റെ ആത്മാവിനെ അയക്കണമേ, എല്ലാം പുനർനിർമ്മിക്കപ്പെടും, നീ ഭൂമിയുടെ മുഖം പുതുക്കും എന്ന പ്രാർത്ഥന ആവർത്തിക്കും. ഭൂമിയുടെ മുഖം, ഭൂമിയുടെ പുറംതോട്. നമ്മുടെ ഈ ഭൂമിയുടെ തൊലി മലിനീകരണത്താൽ വികൃതമാക്കപ്പെട്ടതും നമ്മുടെ കൃത്രിമത്വങ്ങളാൽ പഴകിയതും നമ്മുടെ അത്യാഗ്രഹത്താൽ ലംഘിക്കപ്പെട്ടതും. ശരി, ഈ തൊലി ഒരു കൗമാരക്കാരന്റെ തൊലി പോലെ പുതുമയുള്ളതായി തീരും. സൃഷ്ടിയുടെയും നീതിയുടെയും സമാധാനത്തിന്റെയും സംരക്ഷണത്തെ ബന്ധിപ്പിച്ച യെശയ്യാവിന്റെ മഹത്തായ അവബോധം യാഥാർത്ഥ്യമാകും. ഉയരത്തിൽ നിന്ന് ആത്മാവ് നമ്മിലേക്ക് പകരപ്പെടും. അപ്പോൾ മരുഭൂമി ഒരു ഫലഭൂയിഷ്ഠമായ വയലായി മാറും. തോട്ടത്തിൽ നീതി ഉണ്ടാകും. നീതിയുടെ ഫലം സമാധാനമായിരിക്കും. യെശയ്യാവ് 32 അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അതിനാൽ മരുഭൂമി ഒരു പൂന്തോട്ടമായി മാറും. തോട്ടത്തിൽ നീതിയുടെ വൃക്ഷം വളരും. ഈ വൃക്ഷത്തിന്റെ ഫലം സമാധാനമായിരിക്കും. ഒരാൾ ആശ്ചര്യപ്പെടുന്നു, വിശുദ്ധ തിരുവെഴുത്തിന്റെ അടിത്തറയിൽ ഇത്രയധികം ഉറച്ചു നിൽക്കുന്ന സമാധാനത്തിന്റെ ഈ ത്രിത്വ ദർശനം
നമ്മുടെ സഭകളിൽ പോലും വ്യാപിക്കാൻ ഇത്രയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? ഉത്തരം ലളിതമാണ്. ഇപ്പോൾ നമ്മൾ സമാധാനത്തിന്റെ സമ്പൂർണ്ണ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ത്രിത്വ ഏകദൈവ വിശ്വാസത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ യഥാർത്ഥത്തിൽ കാലത്തിന്റെ പൂർണ്ണതയിൽ എത്തിയതുകൊണ്ടാണ്. അതിനർത്ഥം ആ പ്രഭാഷണം ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല, തികച്ചും വിപരീതമാണ്. ക്രിസ്തുമതത്തിന്റെ ആദ്യ 10 നൂറ്റാണ്ടുകളിൽ ദൈവത്തെക്കുറിച്ചുള്ള ത്രിത്വ പ്രഭാഷണം നിരവധി പോരാട്ടങ്ങൾക്ക് വിഷയമായതുപോലെ നിരവധി തർക്കങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, നിരവധി കൗൺസിലുകൾ ആഘോഷിക്കപ്പെട്ടു. അതുപോലെ തന്നെ സമാധാനത്തെക്കുറിച്ചുള്ള ത്രിത്വ പ്രഭാഷണവും ആയിരിക്കും. നിക്കിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, എഫേസസ്, അസീസി, ബാസൽ, സിയോൾ. മെയ് 16 മുതൽ 21 വരെ ബാസലിൽ ഉണ്ടായിരിക്കുന്ന ഇറ്റാലിയൻ സഭകളുടെ പ്രതിനിധികളെ ഈ നിമിഷം വെറോണ അരീനയിൽ നിന്ന് അഭിവാദ്യം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ സംഭവത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്നതിനാൽ മഹത്തായ എക്യൂമെനിക്കൽ കൗൺസിലുകൾക്കായി പുറപ്പെട്ടപ്പോൾ ആദിമ ക്രിസ്ത്യൻ സമൂഹങ്ങളിലെ വിശ്വസ്തർ അവരുടെ ബിഷപ്പുമാരെ അഭിവാദ്യം ചെയ്ത അതേ ആവേശത്തോടെ അവരെയും അഭിവാദ്യം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഡി ബോൺ ഫോറഫിന്റെ ഇപ്പോൾ അറിയപ്പെടുന്ന വാക്യം പ്രേരിപ്പിച്ച ഗുണപരമായ കുതിപ്പാണിത്. വിശ്വാസത്തിലൂടെ സമാധാനത്തിലായിരിക്കാൻ ധൈര്യപ്പെടുക. ഉയർത്തെഴുന്നേറ്റവന്റെ മഹാനായ ഈ സാക്ഷി 1934 എഴുതിയതും നമുക്ക് ഒരു മുന്നറിയിപ്പായി മാറിയതുമായ ഒരു വാചകം നമ്മെ സ്പർശിക്കുന്നു. സുരക്ഷയിലൂടെ കടന്നു പോകുന്ന സമാധാനത്തിലേക്കുള്ള പാതയല്ല, വാസ്തവത്തിൽ സമാധാനം ധൈര്യപ്പെടണം. അത് ഒരു വലിയ അപകടമാണ്. ഒരിക്കലും ഉറപ്പാക്കാൻ കഴിയില്ല. സമാധാനം ഒരു ഉറപ്പിന്റെ വിപരീതമാണ്. ഉറപ്പുകൾ ആവശ്യപ്പെടുക എന്നാൽ അവിശ്വസിക്കുക എന്നാണ്. ഈ അവിശ്വാസം പുതിയ യുദ്ധങ്ങൾക്ക് കാരണമാകുന്നു. ഉറപ്പുകൾ തേടുക എന്നാൽ അഭയം തേടുക എന്നതാണ്. സമാധാനം എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയിൽ സ്വയം പൂർണ്ണമായും ഭരമേൽപ്പിക്കുക എന്നതാണ്. ഒരു ഉറപ്പും ആഗ്രഹിക്കരുത്, മറിച്ച് ജനങ്ങളുടെ ചരിത്രത്തെ വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും പ്രവൃത്തിയിൽ സമർപ്പിക്കുക എന്നതാണ്. ലോകം കേൾക്കത്തക്ക വിധം, അത് കേൾക്കാൻ നിർബന്ധിതരാകത്തക്ക വിധം സമാധാനത്തിനായുള്ള ആഹ്വാനത്തെ ആരാണ് അഭിസംബോധന ചെയ്യുക? ലോകം പല്ലുകടിച്ചുകൊണ്ട് സമാധാനത്തിന്റെ വചനം കേൾക്കേണ്ട വിധത്തിൽ സംസാരിക്കാൻ ക്രിസ്തുവിന്റെ വിശുദ്ധ സഭയ്ക്ക് മാത്രമേ കഴിയൂ. ജനങ്ങൾ സന്തോഷിക്കും, കാരണം ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ ഈ സഭ തന്റെ മക്കളുടെ കൈകളിൽ നിന്ന് ആയുധങ്ങൾ എടുക്കുകയും യുദ്ധം ചെയ്യാൻ അവരെ വിലക്കുകയും ചെയ്യുന്നു. ഭ്രമാത്മകമായ ലോകം. എങ്കിൽ സമാധാന നിർമ്മാതാക്കളെ എഴുന്നേൽക്കൂ, ഭയപ്പെടേണ്ട. ചരിത്രത്തിന്റെ ഇവിടെയും ഇന്നും രാജ്യത്തിന്റെ ആദ്യ ഫലങ്ങൾ ഗ്രഹിക്കാനുള്ള ആഗ്രഹത്തെ മൗലികവാദമായി തള്ളിക്കളയുന്ന പ്രബന്ധങ്ങളിൽ നിരാശപ്പെടരുത്. നിരായുധീകരണം, പ്രദേശത്തിന്റെ സൈനികവൽക്കരണം, ആഗോള ദക്ഷിണേന്ത്യയിൽ ആശ്രിതത്വം, വിശപ്പ്, ദാരിദ്ര്യം എന്നിവയ്ക്ക് കാരണമാകുന്ന വികസന മാതൃകകൾ മാറ്റാനുള്ള പോരാട്ടം, പ്രകൃതി പരിസ്ഥിതിയുടെ നാശം എന്നിവയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നമ്മുടെ വിശ്വാസത്തിൽ അന്തർലീനമാണ്. പുറപ്പാടിന്റെ കാലം മുതൽ ആധുനിക ഫറവോമാരുടെ നുകത്തിൽ അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കുന്നതിനുള്ള പ്രയത്നങ്ങൾ ഇനി കർത്താവിന്റെ വചനത്തിന് അന്യമല്ല. ധൈര്യം. ദരിദ്രരെ പീഡിപ്പിക്കുന്ന അകൃത്യങ്ങൾക്കെതിരായ നമ്മുടെ കലാപത്തെ തിരശ്ചീനത എന്ന് വിളിക്കുമെന്ന ഭയത്താൽ വേട്ടയാടപ്പെട്ട് നാം നിശബ്ദരായിരിക്കരുത്. ഹൃദയങ്ങളെ അന്വേഷിക്കുന്ന, നാം ഒരിക്കലും അപേക്ഷിക്കാൻ മടുക്കാത്ത യേശു ക്രിസ്തുവിന് നമ്മുടെ ഏറ്റവും കുറഞ്ഞ സ്നേഹം തന്നോടുള്ള നമ്മുടെ സ്നേഹവുമായി പൊരുത്തപ്പെടുന്നുവെന്ന് അറിയാം. ആയുധങ്ങൾ വിൽക്കരുതെന്ന് മാത്രമല്ല, നിർമ്മിക്കാൻ പോലും പാടില്ലെന്നും ഉപരോധങ്ങളുടെ നയം അന്യായമാണെന്നും മൂന്നാം ലോക രാജ്യങ്ങളുടെ കടങ്ങൾ എഴുതി തള്ളുന്നത് ലോകത്തിന്റെ മുൻപിൽ രണ്ട് ഭാഗത്തിനും നമ്മുടെ കടം തിരിച്ചടയ്ക്കുന്നതിനുള്ള ഒരു ഡൗൺ പേയ്മെന്റ് മാത്രമാണെന്നും ഏകപക്ഷീയമായ നിരായുധീകരണത്തിന്റെ യുക്തി സുവിശേഷത്തിന് അനുസൃതമല്ലെന്നും സജീവമായ അഹിംസ ക്രിസ്തീയ ആചാരത്തിന്റെ ഒരു മാനദണ്ഡമാണെന്നും ചില തരത്തിലുള്ള എതിർപ്പുകൾ ഭൗമിക നഗരത്തോടുള്ള കൂടുതൽ സ്നേഹത്തിന്റെ അടയാളമാണെന്നും ഇതെല്ലാം പറയാൻ നമുക്ക് ശക്തിയില്ലെങ്കിൽ ഈസ്റ്റർ മെഴുകുതിരികൾക്ക് പകരം നമ്മൾ പുകയുന്ന തിരികളായി തുടരും. ബേസലിലെ ബോൺഹോറഫിന്റെ വാക്കുകളിലൂടെ
നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ഈ ലോകത്തോട് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പകുതി വാക്ക് പറയരുത്, ഒരു മുഴുവൻ വാക്ക് പറയുക. ഈ വാക്ക് ഞങ്ങൾക്ക് നൽകപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. തീർച്ചയായും ഈ മനോഹരമായ വസന്തകാല വെസ്പേഴ്സിൽ കൃത്യമായി അരീന ഡി വെറോണയിൽ നിന്നാണ് ഞായറാഴ്ച ഞങ്ങൾ ആഘോഷിക്കുന്ന പെന്തക്കോസ്തിനൊരുക്കമായി മഹത്തായ 7 ദിവസത്തെ പ്രാർത്ഥന ആരംഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭൂമിയുടെ മുഖം പുതുക്കാൻ മാത്രമല്ല, നമ്മുടെ എല്ലാ ഭയങ്ങളെയും കത്തിച്ചു കളയാനും നാം പരിശുദ്ധാത്മാവിനെ വിളിക്കും. C'è una fondazione sui plinti saldi della teologia. Ho detto siamo giunti alla pienezza dei tempi. Vedete, finché per secoli e secoli nelle nostre chiese abbiamo parlato di pace, nessuno ha contestato. Pace, il monoteismo assoluto della pace. Quando sulla scorta di Isaia si è scoperta la stretta parentela che c'è tra la pace e la giustizia, si sono scatenate le censure dei potenti. Si è asserito e si continua ad asserire che collegare il discorso sulla pace e quindi il discorso sulla guerra con i discorsi sull'economia perversa che domina il mondo, sul profitto, sulla massimizzazione del profitto, sui debiti del terzo mondo, sulla crescente divaricazione tra i nord della terra e i sud, significa fare la parte degli utili idioti. La giustizia collocata da Dio stesso accanto alla pace desta più sospetto di quanto non desti scandalo collocata accanto alla guerra, tant'è che si parla ancora di guerra giusta. Questo sì che è principio di adulterio. Si completa, oltre che con la rivelazione della giustizia, anche con la rivelazione della salvaguardia del creato. Quello della tutela dell'ambiente non è l'ultimo ritrovato della nostra furbizia brontolona o delle nostre strategie di consenso, ma è un compito primordiale che ci sovrasta come partners dello Spirito Santo affinché la terra passi dal caos, cioè dallo sbadiglio. Caos significa sbadiglio di noia e di morte, passi dal caos al cosmos, cioè alla situazione di trasparenza e di grazia e di bellezza. Ecco perché siamo partners dello Spirito Santo in questo. Tra 8 giorni noi celebreremo la festa di Pentecoste e ripeteremo l'invocazione: manda il tuo Spirito, Signore, e rinnoverai la faccia della terra. Vedete il collegamento? Rinnoverai la crosta della terra, il volto della terra, tu, Spirito di Dio, la faccia della terra, la pelle di questa nostra terra deturpata dagli inquinamenti, invecchiata dalle nostre manipolazioni, violentata dalle nostre ingordigie, diventerà fresca come la pelle di un adolescente e si realizzerà quella splendida intuizione di Isaia che dobbiamo leggere tutti intera. Formidabile, il capitolo 32, nei versetti 15-17. Isaia, che addirittura, invertendone l'ordine, aveva collegato insieme salvaguardia, giustizia e pace. Sentite, che è una rivelazione anche per chi da tempo e tempo legge la Bibbia. Dice Isaia: sarà infuso uno spirito dall'alto. Allora il deserto diventerà un giardino e la giustizia regnerà nel giardino e frutto della giustizia sarà la pace. È bellissimo. Viene lo Spirito di Dio, il deserto diventa un giardino, nel giardino spunta l'albero della giustizia e frutto della giustizia è la pace.
invertiti i tre elementi, però è una visione straordinaria.